ഞാനിന്ന് റോമിൽ നിന്ന് മിലാനിലേക്ക് പോകാൻ തീരുമാനിച്ചു. അതായത് ഇറ്റലിയുടെ മറ്റൊരു സിറ്റിയിലേക്ക് കേട്ടോ. റോമിൽ നിന്ന് മിലാനിലേക്ക് അറൗണ്ട് 5 hours ജേണിയുണ്ട് ഹൈ സ്പീഡ് ട്രെയിനിൽ കേട്ടോ. ഹൈ സ്പീഡ് ട്രെയിനിൽ, അല്ലാതെ സാധാരണ ട്രെയിനിലോ ബസ്സിലോ പോയി കഴിഞ്ഞാൽ അറൗണ്ട് 24 hours ഒക്കെയാണ് കാണിക്കുന്നത്. അവിടെ വളരെ സ്ലോ ആയിട്ട് ബസ്സൊക്കെ പോവുള്ളൂ. അത് കാരണമാണ്. എന്തായാലും ഇപ്പം ഞാൻ റോമിലെ ടെർമിനി സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രാവൽ ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. റെയിൽവേ സ്റ്റേഷനകത്തേക്ക് പോവാം. അവിടുത്തെ കാഴ്ചകൾ കാണാം കേട്ടോ. ഇതൊരു വലിയൊരു സ്റ്റേഷനാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റോം എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ അവിടെ ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ തിരക്കെന്നല്ല, അവിടെ തീരെ ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് അറൈവലിലായിരിക്കും തിരക്ക് കുറവായിരുന്നത്. ഡിപ്പാർച്ചറിൽ ചിലപ്പോൾ തിരക്ക് കാണും. നമുക്ക് പോകുമ്പോൾ അവിടുത്തെ സീനൊക്കെ കാണാം. എന്തായാലും ഞാൻ റോം എയർപോർട്ടിൽ നിന്നാണ് തിരിച്ചു പോകുന്നത്. അപ്പോഴത്തെ അവിടെയുള്ള സീനൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അവിടെ എങ്ങനെയാണ് തിരക്ക്, അവിടെ എത്രത്തോളം വലുതാണ് എന്നൊക്കെ കാണിക്കാം. ഞാൻ വന്നിറങ്ങിയപ്പം അറൈവലായിരുന്നല്ലോ. അറൈവലിൽ രാത്രിയായിരുന്നു. തിരക്ക് തീരെ തിരക്കുണ്ടായിരുന്നില്ല. നമ്മൾ വന്ന ആ ഒരു ഫ്ലൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയ എയർപോർട്ട് കണക്കാണ് തോന്നിയത്. എന്തായാലും ഞാനിപ്പം കണ്ടപ്പോൾ ടെർമിനൽ സ്റ്റേഷൻ ഭയങ്കര വലുതാണ് കേട്ടോ. ഇവിടെ കൂടുതലും ഈ മേക്കപ്പിൻ്റെ സ്ഥാപനങ്ങളാണ് കൂടുതൽ. അതായത് ഇവിടുത്തെ ലേഡീസ് അധികം മേക്കപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പല സ്ഥലത്തും റോഡിലൊക്കെ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഞ്ചരിച്ചപ്പോഴത്തേക്കൊക്കെ ഇവിടെ മേക്കപ്പ് ഷോപ്പുകൾ വളരെ കൂടുതലാണ് കേട്ടോ. ഇവിടെ എല്ലാം അതാണ്, ഓർണമെൻറ്റ്സ്, മേക്കപ്പ്, അങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് കൂടുതലും. അതും പിന്നെ ലേഡീസിൻ്റെ ഡ്രസ്സുകളാണ് കൂടുതലും കേട്ടോ ഷോപ്പുകൾ. ഇതിനകത്ത് നൈക്കിൻ്റെ ഷോപ്പുണ്ട്. ഇത് റെയിൽവേ സ്റ്റേഷനാണ്, മറ്റൊന്നും അല്ല. ഷോപ്പിംഗ് സെൻറ്ററോ ഷോപ്പിംഗ് മാളോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇതൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഞാൻ ആദ്യം ഇവിടുത്തെ ഒരു തൽക്കാലം നടന്ന് കാഴ്ചകളൊക്കെ കാണാം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ട്രെയിനിന് കുറേ സമയമുണ്ട് കേട്ടോ. അത് സമയമാവുന്നതിന്, ട്രെയിൻ പോകുന്നതിന് സമയം ആകാറാവുമ്പോൾ മാത്രമേ എനിക്ക് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തൽക്കാലം ഞാൻ റെയിൽവേ സ്റ്റേഷനകത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ്. ഇനിയിപ്പം ഇതിൻ്റെ താഴത്തെ നിലയിലും ഒരു ഷോപ്പിംഗ് മോളുണ്ട്. പിന്നെ അതിൻ്റെ അടിയിലാണ് മെട്രോ. ഇതിപ്പം ഉം, റോഡിൻ്റെ ലെവലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ ഒരു ഷോപ്പിംഗ് മോള്, പിന്നെ അത് കഴിഞ്ഞ് മെട്രോ. ഇവിടെ സ്വാച്ചിൻ്റെ ഷോപ്പുണ്ട് കേട്ടോ. എനിക്ക് സ്വാച്ച് വാച്ച് നല്ല ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഉപയോഗിച്ചിരുന്നു. അത് കാരണം എനിക്കൊരു സ്വാച്ചിൻ്റെ വാച്ച് വാങ്ങണം. ഇപ്പോഴല്ല, ഇവിടെ മിലനിലൊക്കെ പോയിട്ട് വന്നിട്ട്. എന്തായാലും ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് 110 യൂറോ ആണ് കേട്ടോ, മിലനിലേക്ക് പോവാന്നുള്ളത്. അപ്പോൾ മിലൻ സിറ്റിയും എന്തായാലും കണ്ടിരിക്കണമല്ലോ. ഇനി ഒരു കാലത്ത് നമ്മൾ ചിലപ്പോൾ ഇറ്റലിയിലേക്ക് വന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മിലൻ കാണാൻ പറ്റില്ല. അത് കാരണം ഞാൻ മിലനിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇത്രയും അടുത്ത് വന്നിട്ട് നമ്മൾ മിലനിൽ പോയില്ലെന്നുണ്ടെങ്കിൽ അത് ഒരു വലിയ ആ, നഷ്ടമായിരിക്കും എന്ന് എനിക്ക് തോന്നി. ഇനി യൂറോപ്പിലേക്ക് വരുമ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്കാണ് കൂടുതലും പോകാൻ ഞാൻ പ്രിഫർ ചെയ്യുന്നത്. എന്തായാലും യൂറോപ്പിൽ വിസ ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും പോവാം. ഏത് രാജ്യത്ത് വേണമെങ്കിലും യൂറോപ്യൻ കൺട്രികളിൽ പോവാം. എന്നാലിപ്പം തൽക്കാലം ഞാൻ ഇറ്റലി മാത്രമേ പ്രിഫർ ചെയ്തിട്ടുള്ളൂ. ഇറ്റലി മാത്രമേ കറങ്ങുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇനി പോകുമ്പോൾ വേറെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെയൊക്കെ ഗേറ്റ് എല്ലാം അടഞ്ഞു കിടക്കുകയാണ് കേട്ടോ. സമയമാകുമ്പോൾ മാത്രമേ ഇതൊക്കെ ഓപ്പൺ ആകുള്ളൂ. ഇവിടെ ഒരു ലോക്കൽ ട്രെയിൻ കിടപ്പുണ്ട്. ഹൈ സ്പീഡ് ട്രെയിൻ ഈ അടുത്ത സൈഡിലാണ്. ഞാൻ തൽക്കാലം ഇവിടെ ഇങ്ങനെ ഒന്ന് കാണാൻ വന്നതാണ്. ഇവിടെയൊക്കെ നല്ല തിരക്കുണ്ട്. ഇത് റോഡ് സൈഡിന് ചേർന്നാണ് കേട്ടോ. അപ്പോൾ ആ റോഡിൽ നിന്നുള്ള ആൾക്കാരും ഈ ഷോപ്പിനകത്തൂടെ കയറി റെയിൽവേ സ്റ്റേഷനിലേക്ക് വരികയാണ്. എവിടെയെങ്കിലും ഒരു പ്രശ്നമില്ല കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് എവിടെ വേണമെങ്കിലും കയറി നടക്കാം. പക്ഷേ പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ പറ്റില്ല. പ്ലാറ്റ്ഫോമിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സമയമാകുമ്പോൾ ടിക്കറ്റ് സ്കാൻ ചെയ്ത് പ്ലാറ്റ്ഫോമിലേക്ക് പോവാം. ഈ കാണുന്നതെല്ലാം പ്ലാറ്റ്ഫോമാണ്. അങ്ങറ്റം വരെ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ ഒരു ലോക്കൽ ട്രെയിൻ കിടപ്പുണ്ട്. അതിൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. അവിടെ ഗ്ലാസ് ഇട്ട് അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അത് കാരണം എനിക്ക് പോകാൻ പറ്റില്ല. ഇവിടെ പിന്നെ ഞാൻ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ മിക്ക ആൾക്കാരും ട്രാവലിംഗ് വിത്ത് ട്രോളി ബാഗ് അല്ലെങ്കിൽ ക്യാരി ബാഗ് ഇതൊക്കെയുണ്ട് അവരുടെ അടുത്ത്. ആരും ഇങ്ങനെ ഈ ലോക്കൽ ട്രാവലിങ്ങിന് വേണ്ടി ഈ ട്രെയിൻ ഉപയോഗിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ട്രെയിനാണല്ലോ നമ്മൾ ഉപയോഗിക്കുക. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന മെട്രോയാണ്.
മെട്രോയിൽ നമുക്ക് പോവാം. മെട്രോയിൻ്റെ ഏറ്റവും അടിയിലത്തെ നിലയിലാണ്. മെട്രോയിലേക്ക് നമുക്ക് പോയിട്ട് അവിടുത്തെ ഒരു ഇത് കാണിക്കാം. അത് നമുക്ക് ഇനി പല സ്ഥലത്തും പോകാനുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് മെട്രോയിൽ പോവാം. ഞാൻ ഒരിക്കൽ മെട്രോ ട്രെയിൻ കയറി ഞാൻ വത്തിക്കാൻ സിറ്റി പോയിരുന്നു. അതിൻ്റെ ഞാൻ കാണിച്ചായിരുന്നു തിരക്കും ബഹളമൊക്കെ. ഇനി എന്നാലും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ട് കാണിക്കാം കേട്ടോ, ഇവിടുത്തെ മെട്രോയും അതും ഇതുമൊക്കെ. രാവിലെ ആണ്, ഒരു 9 മണി സമയമാണ്. ഇപ്പം നല്ല തിരക്കുണ്ട്. എന്നാലും രാവിലെ എനിക്ക് തോന്നുന്നു മെട്രോയിൽ ഇതിൻ്റെ 7 ഇരട്ടി തിരക്കായിരിക്കും. ജനങ്ങൾ ആവശ്യം പോലെ ഇങ്ങനെ കാത്തിക്കുന്നുണ്ട്. ഇവിടുത്തെ ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുവഴി ഞാൻ പറഞ്ഞല്ലോ, ഹൈ സ്പീഡ് ട്രെയിൻ അല്ല. ഹൈ സ്പീഡ് ട്രെയിൻ പോകുന്നത് എൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്, അങ്ങ് അറ്റത്താണ്. അത് ഞാൻ അവിടെ പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും ഇറ്റാലിയൻ ഹൈ സ്പീഡ് ട്രെയിൻ നമുക്ക് കാണാം. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ആസ്വദിക്കാം. എനിക്ക് അറൗണ്ട് 1 മണിക്കൂറോളം ഉണ്ട്. എനിക്ക് 10:15 ഇവിടുന്ന് ട്രെയിൻ കേട്ടോ. അപ്പോൾ ഞാൻ 10:15 വരെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കറങ്ങി കാണാം എന്ന് വിചാരിച്ചാണ് ഞാനിങ്ങനെ സ്റ്റേഷനിൽ തെണ്ടി കിടക്കുകയാണ്. ഇറ്റാലോ ഇതാണ് ഇവിടുത്തെ ട്രെയിനിൻ്റെ ഒരു പേര് കേട്ടോ. നോക്കി ആൾക്കാരെല്ലാവരും നല്ല ലോങ് ജേണിക്ക് കണക്കാക്കിയിട്ട് ബാഗും ഹാൻഡ് ബാഗും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അത്ര വലിയ തിരക്കെന്ന് പറയാനില്ല, എന്നാലും തിരക്കുണ്ടെന്ന് താനും. അന്ന് നമ്മൾ മെട്രോയിൽ വത്തിക്കാനിലേക്ക് പോകുമ്പോൾ ഒടുക്കത്തെ തിരക്കായിരുന്നു കേട്ടോ. ഇവിടെ അത്രത്തോളം തിരക്ക് കാണുന്നില്ല. എനിക്ക് തോന്നുന്നത് ഈ ട്രെയിനിൻ്റെ സമയമാകുമ്പോഴത്തേക്കും ഇവർ വരുമെന്നാണ് തോന്നുന്നത് ആൾക്കാർ. ആ സമയമാകുമ്പോൾ കറക്റ്റായിട്ട് വന്നവർ ടിക്കറ്റ് സ്കാൻ ചെയ്ത് അകത്തേക്ക് കയറി ട്രാവലിങ്. അയ്യോ, ഇതേ പട്ടിയൊക്കെ കൊണ്ടുവരുന്നത് കേട്ടോ ആൾക്കാർ. ഇവിടെ ട്രെയിനിൽ പട്ടിയൊക്കെ കൊണ്ടുപോകാമെന്ന് തോന്നുന്നു. ഇതെന്ത്, നമ്മുടെ നാട്ടിലൊന്നും പട്ടിയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഇവിടെ പട്ടിയൊക്കെ കൊണ്ടുപോകാം. പട്ടിയെ കൊണ്ടുപോകുന്നതിന് പ്രത്യേകിച്ചൊരു കൂട് അങ്ങനെ സേഫ്റ്റി ഒന്നും വേണ്ടാന്ന് തോന്നുന്നു. അയ്യോ, അതൊരു സംഭവമാണല്ലോ. അകത്തേക്ക് കയറി നിന്നുണ്ടെങ്കിൽ അത് കാണാമായിരുന്നു. എനിക്കിവിടെ അല്ല, ഇനിയും നടക്കണം കേട്ടോ ഹൈ സ്പീഡ് ട്രെയിനിൻ്റെ അടുത്തേക്ക്. ഞാൻ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. വന്ന് ഇറങ്ങിയവരാണോ അതോ അടുത്ത ട്രെയിനിൽ പോകാനുള്ളവരാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശരിക്കും നടക്കുന്നുണ്ട്. ഇറ്റലിയിൽ മാക്ഡൊണാൾഡ്സ് കുറവാണ് കേട്ടോ. ഞാൻ അത്രത്തോളം മാക്ഡൊണാൾഡ്സ് ഞാൻ കണ്ടില്ല. പല രാജ്യങ്ങളിലും പോയിട്ട് അവിടെയൊക്കെ മാക്ഡൊണാൾഡ്സ് കൂടുതലാണ്. ഇവിടെ ഇങ്ങനെ അപൂർവമായിട്ട് മാക്ഡൊണാൾഡ്സ് ഞാൻ കണ്ടുള്ളൂ. സ്റ്റേഷനിലൊക്കെ ദേ ഒരു മാക്ഡൊണാൾഡ്സ് ഒക്കെ കാണുന്നുള്ളൂ. മറ്റുള്ളിടത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ എത്രമാത്രം മാക്ഡൊണാൾഡ്സ് ഉണ്ടാവും. സൗദി അറേബ്യയിലാണെങ്കിൽ സ്റ്റേഷനിൽ മാത്രം 10 ഉണ്ടാവും. ഭയങ്കര മാക്ഡൊണാൾഡ്സിൻ്റെ ഏറ്റവും കൂടുതൽ റെസ്റ്റോറൻറ്റ്സ് ഉള്ളത് എനിക്ക് തോന്നുന്നു സൗദി അറേബ്യയിലാണെന്ന് തോന്നുന്നു. നമ്മുടെ ട്രെയിൻ ദേ ഈ കോർണറിൽ കിടപ്പുണ്ട്. ദേ കിടക്കുന്ന നാട്ടിലെ നമ്മുടെ ട്രെയിൻ ഇവിടെ ഉണ്ട്. ഇതാണ് ഞാൻ പോകുന്ന ട്രെയിൻ. ഇറ്റാലോ, ദേ കണ്ടില്ലേ, ഇറ്റാലോ സ്മാർട്ട് സിനിമ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതിൽ. അടിപൊളി കാണാൻ സൂപ്പറാണ്. എന്തായാലും നമുക്കതിൽ കയറിയിട്ട് അവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ആസ്വദിക്കാം കേട്ടോ. ഇത് മിലാനിലേക്ക് പോകാനുള്ള ട്രെയിനല്ല, ഇത് വേറെ സ്ഥലത്തേക്ക് പോകുന്ന ട്രെയിനാണ്. മിലാനിലേക്കുള്ള ട്രെയിൻ ഇപ്പോൾ വരും. അപ്പം നമുക്ക് ആ ട്രെയിനിൽ കയറിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം കേട്ടോ. അതോ ഇത് മിലാനിലേക്കാണോ എന്ന് അറിയില്ല. മിലാനാണോ? ഇറ്റാലിയൻ ഹൈ സ്പീഡ് ട്രെയിനാണ് ഈ കിടക്കുന്നത് കേട്ടോ. ഇറ്റാലോ എന്ന് എഴുതിയിരിക്കുന്ന കേട്ടോ. ഇത് ഹൈ സ്പീഡ് ട്രെയിനാണ്. ഇറ്റാലോ സിനിമ എന്നാണ് സ്മാർട്ട് സിനിമ. ഇത് അതിനകത്ത് സിനിമ തിയേറ്ററാണോ എന്നൊന്നും അറിയില്ലല്ലോ. എന്തായാലും ആൾക്കാർ അതിനകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു മിലാനിലേക്ക് പോകുന്ന ട്രെയിനാണെന്ന് തോന്നുന്നു. മിലാനിലേക്ക് ഇവിടെ നിന്ന് 4 hours ആണ് ട്രെയിൻ പറയുന്നത്. ഹൈ സ്പീഡ് ട്രെയിൻ 4 hours, 110 euros ആണ് കേട്ടോ വൺ സൈഡിലേക്ക് പോകുന്നത്. ഇവിടെ ആൾക്കാർ വേണ്ട പട്ടിയൊക്കെ കൊണ്ടുവന്ന് പട്ടിയൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാർ. പട്ടിയൊക്കെ കൊണ്ട് ആൾക്കാർ പോകുന്നു കേട്ടോ യാത്ര. ട്രെയിനിൽ പട്ടിയെ കൊണ്ടുപോകുന്നു തോന്നുന്നു.
ഇത് കഴിഞ്ഞിട്ട് മെട്രോ സ്റ്റേഷൻ കാണാൻ പോകും. അതിഭയങ്കരമായ തിരക്ക്. ടെർമിനി സ്റ്റേഷൻ, ഡൽഹിയിലെ ടെർമിനി സ്റ്റേഷനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എൻ്റെ ഈ ബാക്കിൽ കാണുന്നത് ഈ ടെർമിനി സ്റ്റേഷനാണ്. എയർപോർട്ടിനെക്കാളും നല്ല തിരക്കുണ്ട് ഇവിടെ. ഞാൻ റോം എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ അവിടെ ഇത്രത്തോളം തിരക്കില്ലായിരുന്നു. അതിനേക്കാളും തിരക്ക് ഇവിടെ കാണുന്നു. ഇത് താഴത്തെ നിലയിലുള്ള ഷോപ്പിംഗ് മാളാണ് കേട്ടോ. ഞാനെന്തായാലും താഴത്തെ നിലയിലുള്ള ഷോപ്പിംഗ് മാളിലേക്ക് ഇറങ്ങി. എന്ന് പറഞ്ഞാൽ ട്രെയിനിൽ എന്ത് കിട്ടും കഴിക്കാനെന്ന് എനിക്കറിയില്ല. അത് കാരണം എന്തെങ്കിലും ആഹാരം വാങ്ങിച്ച് കഴിക്കുകയോ അല്ലെങ്കിൽ വാങ്ങിച്ച് കയ്യിൽ കൊണ്ടുപോവുകയോ ചെയ്യാം എന്ന് കരുതിയിട്ട് ഞാൻ താഴേക്ക് വന്നതാണ് കേട്ടോ. ഇവിടെയും ഷോപ്പുകൾ കാണുന്നതൊക്കെ മദ്യ ഷോപ്പൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിൽ മദ്യ ഷോപ്പ്. നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങനത്തെ ഒരു പരിപാടിയില്ല. മദ്യ ഷോപ്പ് കണ്ടില്ലേ. പിന്നെ എന്തേ ഇവിടെയൊക്കെ ഈ കൂടുതലും ഞാൻ പറഞ്ഞില്ലേ മേക്കപ്പിൻ്റെ ഷോപ്പുകളാണ്. ഞാൻ അപൂർവമായിട്ട് ആകെ 1-2 മൊബൈൽ ഷോപ്പുകൾ മാത്രമേ ഇവിടെ കണ്ടുള്ളൂ. ഇവിടെ ഇങ്ങനെ ആൾക്കാർ കൂടുതലായിട്ട് ഐഫോൺ അല്ല ഉപയോഗിക്കുന്നത് കേട്ടോ. സാംസങ് അങ്ങനെയുള്ള ഫോണുകളാണ് ഇവിടെ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഞാൻ ജപ്പാനിലേക്ക് പോയപ്പോൾ അവിടെ ഐഫോൺ അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഈ റെയിൽവേ സ്റ്റേഷൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ. ടേക്ക് കെയർ. സ്റ്റേ ട്യൂൺ.